തുടങ്ങാം അല്ലേ? ഏതുവരെ നമ്മൾ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ 24 തോന്നുന്നു അല്ലേ? പേജ് നമ്പർ 24 മറ്റത് ഓക്കെ ഓക്കെ. അതില് ഇനാ വരെ പറഞ്ഞു. ഇനാ ഓക്കെ. റീഹു പറഞ്ഞു, റീഹു ഉബാറൊക്കെ പറഞ്ഞു അല്ലേ? ഇനാവ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കട്ടായത്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. അതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? എടുക്കട്ടെ കേട്ടോ, പേജ് നമ്പർ ഒന്ന് എടുക്കട്ടെ ഞാന്. ഇനാഹ് പറഞ്ഞാൽ പാത്രം അല്ലെ? ഇനാഹ് പ്ലേറ്റ് ആയിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് മുതൽ പറഞ്ഞു തുടങ്ങാം. അതായത് ഇസ്മിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്മിന്റെ കൂടെയും എന്ത് ചേർക്കാനാ പറയുന്നത്? ഫെയില് മുലാരി ആയിട്ടുള്ള ഫെയിൽ ആഡ് ചെയ്യാനാ പറയുന്നത്. ഇതിന് മുന്നേ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഫെയില് എങ്ങനത്തെ ഫെയിലാണ്? മാളി ആയിട്ടുള്ള ഫെയിലാണ് ആഡ് ചെയ്തത്. ഇവിടെ എങ്ങനത്തെ ഫെയിൽ ആഡ് ചെയ്യാൻ പറയുന്നത്? മുലാരി ആയിട്ടുള്ള ഫെയിലാണ്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് അറീഹു. അറീഹു എന്താണ്? കാറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കാറ്റ് വീശുന്നു. അതിന്റെ മീനിങ് എന്തായിരുന്നു? അറീഹു തഹുബു അല്ലെങ്കിൽ തഹുബു റീഹു. ഓക്കെ. നെക്സ്റ്റ് ഉബാറ പറയുന്നു. ഉബാറ എന്ന് വെച്ചാൽ പൊടി. പൊടി പറക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒബാറു എത്തത്വായറു. ഓക്കെ. ദെൻ അൽ ഹിലാൽ. ഹിലാൽ എന്ന് വെച്ചാൽ ചന്ദ്രൻ, ചന്ദ്രക്കല, അതായത് ക്രസന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയാ. ബദർ എന്ന് വെച്ചാൽ പൂർണ്ണചന്ദ്രനാണ്. ഇവിടെ ഹിലാലാണ്. ഹിലാൽ എന്ന് വെച്ചാല് ചന്ദ്രക്കല എന്ന് പറയല്ലോ, ക്രസന്റ്. അൽ ഹിലാൽ യൽഹറു. യൽഹറു എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ള മീനിങ് ആണ് വരിക. യൽഹറു എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുക. അപ്പൊ അൽ ഹിലാലും യൽഹറു എന്ന് പറ്റും. യൽഹറു യൽഹർ അൽ ഹിലാൽ. അതായത് ഇവിടെ എന്താണ്? ഇസ്മി ആയിട്ടുള്ള ജുംലയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കണം? ആദ്യം ഇസ്മു കൊടുത്തിട്ട് ശേഷം എന്ത് കൊടുക്കാം? ഫിഅല് കൊടുക്കാം. ദെൻ അൽ ഇനാ. ഇനാ എന്ന് വെച്ചാൽ വെസല്, പാത്രാണ്. പാത്രം നിറയുന്നു എന്ന് പറയുമ്പോൾ യംതലിഉ എന്ന് കൊടുക്കാം. യംതലിഉ എന്ന് വെച്ചാൽ എന്താ? നിറയുക, നിറയുന്നു. അൽ ഇനാഉ യംതലിഉ. പാത്രം, ദ വെസൽ ഫിൽസ് അപ്പ്. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? മിസ്ബാഹ് ആണ് അല്ലെ? മിസ്ബാഹ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ലാമ്പാണ് അല്ലെ? നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട് തോന്നണം അല്ലെ? പാസ്റ്റില് ഒരു മിസ്ബാഹ് വന്നിട്ടുണ്ട് മാളിയിൽ ചെയ്യാൻ. ഓക്കെ. ഞാൻ പറയാം, നിങ്ങൾ അതിന്റെ അർത്ഥം പറയാൻ പറ്റുമോ നോക്കൂ. പ്രകാശിക്കുന്നു എന്നെങ്ങനെ പറയാം? പ്രകാശിക്കുന്നു. മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ട് ഒന്ന് അല്ലെ? മാളിയുടെ കാര്യത്തില് മിസ്ബാഹ് ഒന്ന് വന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അതില് തെളിഞ്ഞു അല്ലെങ്കിൽ പ്രകാശിക്കുന്നു എന്നൊക്കെ ഒന്നാണ്. അപ്പൊ അള്ളാ എന്നാണ് നമ്മള് എന്ത് പറഞ്ഞത്? അതിന്റെ മാളിയായിട്ട് പറഞ്ഞത്. അപ്പൊ അത് മിസ്ബാഹ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? മുസക്കർ ആയിട്ടുള്ള ഒരു വേർഡാണ്. അങ്ങനെ വരുമ്പോ എങ്ങനെയാവും വരിക? മുസക്കർ ആയിട്ടുള്ള വേർഡ്സ് വരുമ്പോ അതിന്റെ ഫെയില് മുള്ളാരി എങ്ങനെയാവും വരിക? അതെ, യലിഉ.
എന്നാണ് കേട്ടോ. അൽ മിസ്ബാഹു യലീഉ, അല്ലെ അൽ യലീഉൽ മിസ്ബാഹ്. ഓക്കെ, നെക്സ്റ്റ് ബിർ ആണ് അല്ലെ, ബിർ തന്നെയല്ലേ? അതെ, ബിർ എന്താ? നെഹ്റല്ല. നെഹ്റാണോ? എന്റെ കയ്യിലേ മെറ്റീരിയൽസ് ഇല്ല കേട്ടോ, നിങ്ങൾ ഒന്ന് പറയണേ, തെറ്റുന്നതൊന്ന് പറയണേ. ഞാനൊരു ഒരു റൈറ്റപ്പ് എന്നാണ് ഞാൻ വായിക്കുന്നത്. അതാ എന്റെ കയ്യിലുള്ള ഒരു റൈറ്റപ്പ് എന്നാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, നെഹ്റാണ് അല്ലേ? ഓക്കെ, നെഹ്ർ നിറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വെസലിന്റെ കാര്യം പറഞ്ഞപ്പോ, വെസലിനെ പറഞ്ഞ് അതെ, അത് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കൂ. വെസൽ എന്തായിരുന്നു? ഇനാ എന്ന് വെച്ചാല് അത് മുസക്കറാണ്. അത് മുസക്കർ ആയതുകൊണ്ട് തന്നെ അതെന്താ നമ്മൾ പറഞ്ഞത് അവിടെ? എം തലിഉ എന്നാണ് പറഞ്ഞത് അല്ലെ? ഇവിടെ ബിർ എന്താണ്? മുസക്കറാണോ മുഅന്നസാണോ? അത് മുസക്കറാണ് അല്ലെ? മുസക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? അൽ ബിറു യം തലിഉ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സഫീനത്തല്ലേ? സഫീന. ഓക്കെ, സഫീന പറഞ്ഞ എന്താ? ഷിപ്പ്, കപ്പൽ എന്നാണ്. ഓക്കെ, സാറ എന്നാണ് സഞ്ചരിക്കുക എന്നുള്ളതിന് പറയാ. കപ്പൽ സഞ്ചരിക്കുന്നു എങ്ങനെ പറയും നമ്മള്? അറിയോ? കിട്ടോ? സഫീനത്താണ്, സാറയാണ് എന്ത്? സാറ സഞ്ചരിച്ചു എന്നാണ് മീനിങ് വരിക. അത് മുള്ളാരിയിലേക്ക് ഇട്ട് നോക്കൂ, എങ്ങനെയാവും വരിക? സഫീനത്ത് പറഞ്ഞാൽ മുസക്കറാണോ മുഅന്നസാണോ? അത് ആദ്യം നോക്കൂ. എന്താണ്? മുഅന്നസാവുമ്പോ എന്താവും വരിക? മുഅന്നസാവുമ്പോ എന്താവും വരിക? സാറയുടെ മുന്നേ നമ്മൾ എന്താവും ആഡ് ചെയ്ത്? അതന്നെ, തസീറു. സഫീനത്തു തസീർ, അല്ലെങ്കിൽ തസീറു സഫീന. നെക്സ്റ്റ് കലം അല്ലേ? കലം. കലം പേന എഴുതുന്നു അല്ലെങ്കിൽ പെന്നു കൊണ്ട് എഴുതുന്നു? പെന്നു കൊണ്ട് എഴുതുന്നു. കലം എന്താണ്? മുസക്കറാണോ മുഅന്നസാണോ? മുസക്കറാണ്. അതെ അതെ അതെ. അപ്പോ എഴുതുക എന്നുള്ളത് എന്താ നമ്മൾ പഠിച്ചേ? കത്തബ. അതെ, കത്തബ. കൊണ്ട് ബി, ബി. അപ്പൊ എങ്ങനെ ഒന്ന് നോക്കി നോക്കൂ. അതന്നെ, യക്തുബു ബി കലം. വെരി ഗുഡ്. യക്തുബ കാരണം കലം ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ? നെക്സ്റ്റ്, അതായത് തേർഡ് ക്വസ്റ്റ്യൻ, ഫിഅലൻ മുളാരിഅൻ ഫിൽ മക്കാനി ഖാലി മിമ്മാ യഅതി. താഴെ തന്നിട്ടുള്ള കുറച്ച് വിട്ടുപോയ ഭാഗമുണ്ട്, അവിടെ എന്താണ്? എങ്ങനത്തത് ചേർക്കാനാ പറയുന്നത്? മുളാരി ആയിട്ടുള്ള ഫിഅൽ ചേർക്കാനാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഓരോന്നായിട്ട് വായിച്ചു നോക്കൂ. അതെ, അൽ ഫഇറത്ത്. ഫഇറ പറഞ്ഞ എന്താ? ഫഇർ, എലി. എലി. ഡാഷ് മിനൽ ഖിത്തി എന്നാണ്. എന്താവും? രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു എന്ന് പറ്റും. പിന്നെ പിന്നെ നമ്മള്
നമ്മളെ ചാപ്റ്ററിൽ ഒന്ന് പഠിച്ചിട്ടുണ്ട്. പൂച്ച ആരെ തിന്നുക? ആ ഓക്കെ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാന്ന് എന്നതിലപ്പുറം നമ്മൾക്ക് നമ്മളെ ചാപ്റ്ററിൽ ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അക്കല. അക്കല. ഓക്കെ. അപ്പൊ അക്കല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? ഫഇർ. ഫഇർ എന്ന് പറഞ്ഞാൽ എന്താ? ഫഇർ എന്താ വന്നിട്ടുള്ളത്? ഫഇർ എന്ന് മാത്രാണോ? ത് അല്ലേ? അപ്പൊ അവിടെ എന്താവും വരിക? അക്കല എന്ന് വരുമ്പോ മുലാരിയാണ് വേണ്ടത്. ആ പറയൂ. തഅക്കുലു. അതന്നെ. തഅക്കുലു. തഅക്കുലു. എലി പൂച്ചയെ കടിക്കുന്നു, അല്ലെങ്കിൽ പൂച്ച എലിയെ കടിക്കുന്നു, അല്ലെങ്കിൽ പൂച്ച എലിയെ കഴിക്കുന്നു, ഭക്ഷിക്കുന്നു എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് അൽ കൽബു. കൽബ് എന്ന് പറഞ്ഞ എന്താ? നായ. ഡേഷ് വറാ സ്വാഹിബിഹി. അങ്ങനെ തന്നെയല്ലേ അല്ലേ? അൽ കൽബു ഡേഷ് വറാ സ്വാഹിബിഹി എന്ന് പറഞ്ഞ എന്താ? കൽബ് നായ ഡേഷ് വറാ ബാക്കിലുണ്ട് അല്ലേ? സ്വാഹിബിഹി അതിന്റെ യജമാന്റെ. അതിന്റെ യജമാന്റെ ഇപ്പൊ എന്താ ചെയ്യാറ്? കൽബ് ഡോഗ് അതിന്റെ യജമാനെ കാണുമല്ലോ ചെയ്യുക അല്ലേ? യജമാന്റെ പിന്നാലെ ഓടുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോ ഇവിടെ എന്താ? ജറ എന്നാണ് നമ്മൾ അതിന്റെ എന്ത് വരിക? മാളി വരിക. കൽബ് ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്താ വരിക? തജിരിയാണോ വരിക? യജിരിയാണോ വരിക? എന്താ വരിക? യജിരി എന്നാണല്ലോ വരിക അല്ലെ? കൽബ് മുസക്കറാണ്. മുസക്കറായാൽ അവിടെ അതിന്റെ ആദ്യത്തെ ഫെയിൽ മുലാരി ആണെങ്കിൽ അതിൽ ആദ്യം എന്താണ് നമ്മൾ ആഡ് ചെയ്യുക? യാ എന്നാണ്. അതുകൊണ്ട് അൽ കൽബു യജിരി വറാ സ്വാഹിബിഹി. നായ തന്റെ യജമാന്റെ പിന്നാലെ ഓടുന്നു എന്നാണ് അതിന്റെ മീനിങ് വരിക. ഓക്കെ. അപ്പൊ യജിരി ആഡ് ചെയ്യാം. യജിരി. നെക്സ്റ്റ് തേർഡ് അദ്ദജാജ ഡാഷ് കുല്ലയോമി ബൈലത്ത. എന്താണ്? കോഴി. കോഴി എന്താണ്? ഡാഷ് കുല്ലയോമി ബൈലത്ത. ദിവസവും നമ്മൾ മുട്ടയിടുക എന്നുള്ളതിന് ഒരു വേർഡ് പഠിച്ചിരുന്നു. എന്താണത്? കുറെ പഠിച്ചിട്ടുണ്ട്. 1-2 വേർഡ്സിലൊക്കെ നമ്മള്. ബൈലത്ത് പറഞ്ഞ എന്താണ്? ഡെയിലി മുട്ട തരും, കോഴി തരും. ഇടുക എന്നുള്ള മീനിങ് ആണ് വരിക ഇവിടെ. ഇടുക. എന്താണ്? ലാസ്റ്റ്. അതായത് ഇത് ഇവിടെ ദജാജത്തു ആയതുകൊണ്ടാ, താ വന്നത് കൊണ്ടാ, അല്ലെങ്കിൽ യലിഉ എന്നാണ് വരിക കേട്ടോ. മുസക്കറാണെങ്കിൽ യലിഉ വന്നു. ഇവിടെ മുഅന്നസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ദജാജത്ത് മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന മുലാരിന് നമ്മൾ ആദ്യത്തെ അക്ഷരം ഇത് കൊടുത്തു, താ കൊടുത്തു. തളിയും എന്ന് കൊടുത്തു. ഓക്കെ. നെക്സ്റ്റ് അൽ ഉമ്മു ഡേഷ് ഔലാദഹ. അൽ ഉമ്മ എന്താണ്? ഡേഷ് ഔലാദഹ തന്റെ മക്കളെ. ഇത് നമ്മള് പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള ഒരു വേർഡ് ഉണ്ട് ഇതിനകത്ത്. വളർത്തുന്നുള്ളതിന് എന്താ പറയാ? വളർത്തുക. റബ്ബ എന്നാണ്. റുബ്ബ അല്ലെങ്കിൽ റബ്ബ എന്ന് പറയും. അത് നമ്മള് മുലാരിയിലേക്ക് ഇട്ട് നോക്കൂ. ഉമ്മ എന്താണ്? ഉമ്മ മുസക്കറാണോ മുഅന്നസാണോ? മുഅന്നസ് അല്ലേ? ഉമ്മ മുഅന്നസ് ആവുമ്പോൾ തുറബി എന്നാണോ വരിക? യുറബി എന്നാണോ വരിക? തുറബി. അതെ, തുറബി എന്നാണ് വരിക അല്ലെ? ഇങ്ങനെയാവും നിങ്ങൾക്ക് എക്സാമിന് വരിക കേട്ടോ. ഒരു 3 എക്സാമ്പിൾസ് തരും. ഇങ്ങനെ ഡാഷ് ഇടും,
അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അതിന് മുന്നേ വരുന്ന ആ ഒരു വേർഡ് ഏതാണ്, മുസക്കറാണോ മുഅന്നസാണോ നോക്കുക. മുഅന്നസാണെങ്കിൽ താ ഉള്ളത് ഏതാണ് അത് ഇട്ട് കൊടുക്കുക. പിന്നെ മുസക്കറാണെങ്കിൽ യാ ആദ്യം വരുന്നത് ഏതാണോ അത് ഇട്ട് കൊടുക്കുക. അത്രയും നോക്കിയാൽ മതി. ഓക്കെ, എന്തായാലും ഓപ്ഷൻ തരും, ഓപ്ഷൻ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് അടുത്ത എന്താണ്, മാളിയായിട്ടുള്ള മാളിയായിട്ടുള്ള ഫെയിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഫി മക്കാനി ഖാലിയ വിട്ടുപോയത് എന്താണ് മാളിയായിട്ടുള്ള, എത്ര നേരം നമ്മൾ മുലാരിയാണ് ഈ മാളി. അൽ വലതു ഡേഷ് ജുലൂസ്, കുട്ടി ഇരിക്കുന്നവനായി. കുട്ടി ഇരിക്കുന്നവനായി, വലത് ഒരാൺകുട്ടി ഇരിക്കുന്നവനായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അല. അല എന്തിന്റെ മുകളിലാണ്? കുർസി അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇവിടെ ജലസ എന്നാണ്. ഫെയിലല്ലേ നമ്മളോട് ചേർക്കാൻ പറഞ്ഞത്? അതെ അതെ അതെ, അതന്നെ. അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ജലസ എജിലിസ് ജുലൂസ് എന്ന്. പക്ഷെ അതൊരു സുഖം കിട്ടണില്ലല്ലോ. കുട്ടി ഇരുന്നിട്ട് ഇരിക്കുന്നവനായി എന്നാണ് ഇവിടെ മീനിങ്. മനസ്സിലായോ? ജുലൂസ് എന്ന് വെച്ചാൽ ഇരിക്കുന്നവനായി എന്നാണ് മീനിങ്. ജുലൂസ് ഇരിക്കുന്നവനായി എന്ന്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അൽ വലതു യജിലിസു ജുലൂസൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ ശരിക്കും അവിടെ ഒരു ഇസ്മാണ് ആഡ് ചെയ്യാനുള്ളത്. ബിക്കോസ് അതിന് ലാസ്റ്റ് തന്നെ അവര് ഒരു ഫെയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കാം? അൽ വലതു യജിലിസു ജുലൂസൻ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. നമുക്ക് അതിനെ വേണമെങ്കിൽ അങ്ങനെ ശരിയാക്കി കൊടുക്കാം. നെക്സ്റ്റ് റജുലു. റജുലു എന്ന് പറഞ്ഞ എന്താണ്? ഡാഷ് ഫിന്നഹർ. പുരുഷൻ എന്താ ചെയ്യാ? നമുക്കവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുമോ നോക്കൂ. ഇറങ്ങി എന്നാണ്. ആ ഒരു പുരുഷൻ കിണറ്റിൽ ഇറങ്ങി. ഇറങ്ങി എന്നുള്ളതിന് എന്താ പറയാ? നസല എന്നാണ് പറയാ, അല്ലേ? നസല. അർറജുലു യൻസിലു ഫിൽ ബിർ. ഓക്കെ, നെക്സ്റ്റ് അൽ ഖാദിം. അൽ ഖാദിം ഡാഷ് അൽ ഹുജറത്ത. ഹുജറത്ത എന്താണ്? സെർവന്റ്. സെർവന്റ് ഡാഷ് എന്താക്കി? റൂം എന്നാണ്. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? അടിച്ചു വാരി കൊടുക്കാം. ഇവിടെ പഠിക്കാം. അടിച്ചു വാരുക എന്നുള്ള ഒരു മീനിങ് കൊടുക്കാം. എന്താ കൊടുക്കുക? കനസാന്നാണ്. കനസാന്ന് കൊടുത്താൽ മതി കേട്ടോ. അൽ ഖാദിം. ഖാദിം എന്ന് പറയുമ്പോ ഇവിടെ മുസക്കറാണ്. അപ്പോ യക്നുസു. അൽ ഖാദിമു വൃത്തിയാക്കുന്നു. യാലാഡിയ. ഖാദിമത്ത് എന്ന് പറയുമ്പോ നമുക്ക് വേണമെങ്കിൽ കനസ എന്ന് കൊടുക്കാം, അല്ല തക്നുസു എന്ന് കൊടുക്കാം. ഇവിടെ യക്നുസു. കനസ എന്നാണ് അടിച്ചു വാരുക എന്നുള്ളതിന്. അതിന് മുലാരി ആവുമ്പോൾ എന്താണ്? ഹാദിമാണ്. ഹാദിമ എന്താണ്? ഒരു മുസക്കറായിട്ടുള്ള വേർഡാണ്. അപ്പോ യക്നുസു അല്ലെങ്കിൽ തക്നുസു. തക്നുസ് എന്ന് വരുമ്പോ ഹാദിമത്ത് എന്ന് വരണം കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ അല്ലെ?
നെക്സ്റ്റ് അലിയുൻ ഡാഷ് ഇലൽ ഫറൻസ്. അലി, ഇത് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ പറയും. യുസാഫിറു. യുസാഫിറു. അലി യുസാഫിറു ഇലൽ ഫറൻസ്. അലി എങ്ങോട്ട് പോയി? ഫ്രാൻസിലേക്ക്. ഫ്രാൻസ് എന്ന് വെച്ചാൽ ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസിലേക്ക് യാത്ര പോയി എന്ന് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം കഴിഞ്ഞു. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. അതായത് ബിഹംസി ജുമലിൽ കുല്ലു വാഹിദത്തി മിൻഹ മബ്ദൂഅത്തി ബിഫിഇൽ മാളി. ഓരോ പാസ്റ്റ് ടെൻസിൽ വെർബിൽ നിന്ന് ആരംഭിക്കുന്ന 5 വേർഡ്സ് എഴുതാനാണ്. ആദ്യം പാസ്റ്റ് ആണ്, പിന്നെ എന്താണ്, ഇനി അടുത്തത് വരുന്നുണ്ട്. ആദ്യം മാളി, പിന്നെ മുളാരി. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ അതിന്റെ മീനിങ് പറയാം, നിങ്ങൾ ചെയ്തു കേട്ടോ. അഹമ്മദ് വെൻ ടു സ്കൂൾ. അഹമ്മദ് സ്കൂളിലേക്ക് പോയി. എങ്ങനെ വരിക? മാളിയാണ്. സഹബ അഹമ്മദ് ഇലൽ മദ്രസ. മദ്രസത്തി. വെരി ഗുഡ്, അതന്നെ. സഹബ അഹമ്മദ് ഇലൽ മദ്രസത്തി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പറയാം ഞാന്. ദ സ്റ്റുഡന്റ് റോട്ട് ദ ലെസൺ. വിദ്യാർത്ഥി പാടി. വരിക വിദ്യാർത്ഥി പാഠം എഴുതി. ത്വാലിബാണ് വിദ്യാർത്ഥി. ദർസ് പാഠം. എങ്ങനെ വരിക? കതബ ത്വാലിബ് അദ്ദർസ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പെൺകുട്ടി കഥ വായിച്ചു. ശ്രദ്ധിക്കണം, പെൺകുട്ടിയാണ്. അപ്പൊ കറയിലൊരു മാറ്റം വരുമല്ലോ, ശ്രദ്ധിച്ചോ? അത് മുലാരി. ഇവിടെ മാവിയ വേണ്ട അല്ലേ? കറത്തു എന്നാണോ കറത്ത് എന്നാണോ? എന്താ വേണ്ടത്? ശ്രദ്ധിച്ചു നോക്കിയോക്കൂ. ബാക്കിയുള്ളവരതില്ലേ? കറത്തു എന്നാണോ കറത്ത് എന്നാണോ? എന്താണ് ആ ബോക്സ്? ഒരു ബോക്സ് നിങ്ങൾക്ക് ഞാൻ ചെയ്തെന്നുണ്ടായിരുന്നു, ഒന്ന് എടുത്ത് നോക്കി നോക്കൂ. പറയുമ്പോ ഞാൻ അവൾ എന്ന് പറയുമ്പോ എങ്ങനെയാവും വരിക? തീന്നാണോ? അതന്നെ. എന്താവും വരിക? ആ ബോക്സിൽ കറത്ത്. അതന്നെ, കറത്ത്. അപ്പൊ അവിടെ എങ്ങനെയാ വരിക? കറത്ത് ബിന്തു അൽ ഖിസ്സ. അതെ. ഓക്കെ, നെക്സ്റ്റ്. കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, കുട്ടികൾ പാർക്കിൽ കളിച്ചു. എങ്ങനെയാവും വരിക? കുട്ടികൾ പാർക്കിൽ കളിച്ചു. കുട്ടികൾ കളിച്ചു. ലഇബ കളിച്ചു. ഔലാദ്. ഔലാദ്.
ആ കുട്ടികൾ അല്ലെങ്കിൽ അത്തുഫാല് വരും. അത്തുഫാൽ അത്തുഫാൽ അല്ലേ? ഫിൽ ഹദീഖ. ലഈബൽ അത്തുഫാലു ഫിൽ ഹദീഖ. ഹദീഖ. ഞങ്ങൾ വാതിൽ തുറന്നു. ഞങ്ങൾ വാതിൽ തുറന്നു. എങ്ങനെ പറയാ? ഞങ്ങൾ തുറന്നു എന്നുള്ള എങ്ങനെ പറയാ? ഫത്തഹ എന്നാണ്. ഫത്തഹ എന്നാണ് തുറക്കുക. തുറന്നു എന്നുള്ളതിന് പറയാ. അത് ഞങ്ങൾ. വെരി ഗുഡ്. അതന്നെ വരട്ടെ. എന്താണ്? ഫത്തഹിന. അതന്നെ ഞങ്ങൾ തുറന്നു. എന്ത്? അൽബാബ്. ഫത്തഹിന അൽബാബ്. അതന്നെ ഫത്തഹിന അൽബാബ്. അപ്പൊ നമ്മള് മാളിയില് മുസക്കർ മുഅന്നസ് അന നെഹ്നു എന്നുള്ള ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. വേണമെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഞാൻ വായിച്ചു എന്ന് എങ്ങനെ പറയാം? ഞാൻ ബുക്ക് വായിച്ചു. ഖറഅതു അൽ കിതാബ്. ഓക്കെ. നെക്സ്റ്റ്. ഇനി ഓരോ വാക്കും ഇയത്തിൽ ബിഹംസ ജുമലിൽ കുല്ലു വാഹിദത്തിൻ മിൻഹ മബ്ദൂഅത്തിൻ ബിഫിഇലി മുളാരിഅ. മുളാരി ആയിട്ടുള്ള വേർഡ് വരുന്ന 5 സെന്റൻസ് എഴുതാനാ പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ വീണ്ടും പറയുന്നു. അഹമ്മദ് സ്കൂളിലേക്ക് പോകുന്നു. യദ്ഹബു അഹ്മദ് ഇലൽ മദ്രസ. യദ്ഹബ് അഹ്മദ് ഇലൽ മദ്രസത്തി. ഓക്കെ. നെക്സ്റ്റ്. ഫാത്തിമ പാഠം എഴുതുന്നു. തക്തുബു ഫാത്തിമ അദ്ദർസ. തക്തുബു ഫാത്തിമ അദ്ദർസ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്. ഞാൻ കഥ വായിക്കുന്നു. അക്റഉ അല്ലേ? ഫസ്റ്റ് അല്ലേ? മുള്ളാരി ആവുമ്പോ ഫസ്റ്റ് കേട്ടോ. മാളി ആവുമ്പോ ലാസ്റ്റ്. അക്റഉ അൽ ഖിസ്സ. ഞാൻ കഥ വായിക്കുന്നു. ഓക്കെ. ഞങ്ങൾ പാർക്കിൽ കളിക്കുന്നു. നെലഅബു. നെൽഅബു. ഞങ്ങൾ കളിക്കുന്നു. ഫിൽ പാർക്കിന് എന്താ പറയാ? ഹദീഖത്ത്. അതന്നെ. നെൽഅബു ഫിൽ ഹദീഖ. ഞങ്ങൾ പാർക്കിൽ കളിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്. അധ്യാപകൻ വാതിൽ തുറക്കുന്നു. The teacher opens the door. യഫ്തഹു. മുദരിസു അൽബാബ്. ഓക്കെ. യഫ്തഹു മുദരിസു അൽബാബ്. ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? നെക്സ്റ്റ്. ഇഅത്തിൽ ബിഹംസ ജുമലിൽ ഫി കുല്ലി വാഹിദത്തി മിൻഹാ ഫിഇൽ അംർ. ഓരോന്നിലും ഓരോ ഇമ്പരേറ്റീവ് വെർബ്സ് വരുന്ന 5 വാക്യങ്ങൾ എഴുതാനാ പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം, മലയാളം പറയാം, നിങ്ങളത് അറബിയിലാക്കാൻ നോക്കൂ. ഓക്കെ. പാഠം എഴുതുക. കത്തബാന്നാണ്. ഉക്തുബ് അല്ലേ? ഇങ്ങനെ വരിക. ഉക്തുബ് അല്ലേ? എഴുതുക അല്ലേ? ദർസക, നിന്റെ പാഠം എഴുതുക. ഉക്തുബ് ദർസക. Next. Read the book.
ഇക്ര ഇക്ര കിതാബക കിതാബ് അല്ലേ? ബുക്ക് വായിക്കുക. റീഡ് ദ ബുക്ക്. ഓക്കെ. ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. എങ്ങനെയാവും വരിക? ഓപ്പൺ ദ ഡോർ. ഫത്തഹ ആണ്. ഫത്തഹ. ഫത്തഹ എന്താവും? ഇഫ്തഹ്. അല്ലേ? ഇഫ്തഹൽ ബാബ്. ഇഫ്തഹൽ ബാബ്. വാതിൽ തുറക്കുക. ഓപ്പൺ ദ ഡോർ. അതിനല്ല ഈന്ന വരും അല്ലെ? ആന്നും വരൂല. ആ അഫ്തഹ് എന്ന് പറയില്ലല്ലേ, ഇഫ്തഹ് എന്ന് തന്നെ പറയുള്ളൂ. അഫ്തഹ് എല്ലാത്തിലും എന്ന് ഈയാ വരും. പറയുമ്പോ അല്ല 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 അഫ്തഹു എന്ന് പറയുമ്പോൾ ഞാൻ തുറക്കുന്നു എന്നല്ലേ? അത് മുലാരിയിലേക്ക് പോയില്ലേ? ഹംസ കയറിയില്ലേ അതില്? അഫ്തഹു ഞാൻ തുറക്കുന്നു, മുലാരിയിലേക്ക് പോയില്ലേ? അഫ്തഹു എന്നാണ്. ഇവിടെ ഇഫ്തഹ് എന്നാണ് വരെ. ഇഫ്തഹ്. ഇവിടെ ബാബ് വന്നത് കൊണ്ട് മാത്രമാണ് ഇഫ്തഹി എന്ന് വന്നത് കേട്ടോ. അഫ്തഹു എന്ന് വരില്ല. അഫ്തഹു എന്ന് പറയുമ്പോൾ അഫ്തഹു എന്നാണ് വരിക. അഫ്തഹ് എന്ന് വരില്ല. അഫ്തഹൂന്നേ വരുള്ളൂ. അഫ്തഹു എന്ന് പറയുമ്പോൾ മുലാരിയില് അന എന്നുള്ള ഫോം ഉണ്ടല്ലോ, ഞാൻ തുറക്കുന്നു എന്നുള്ളതിന്റെ. കിട്ടിയല്ലോ? ഇവിടെ ഇരിക്കുക. സിറ്റ് ഹിയർ. ഇജ്ലിസ് ഇതില് ആ ഇവിടെ എന്നുള്ളതിന് എന്താ പറയാ? ഹുന. ഇജ്ലിസ് ഹുന. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ കയറിയാലേ, അറബി ക്ലാസ്സിലൊക്കെ കയറിയാലേ ഉപയോഗിക്കാൻ പറ്റിയ, കുട്ടികളോട് ഉപയോഗിക്കാൻ പറ്റിയ എംബ്രേറ്റീവ് വേർബ്സ് ആണ് കേട്ടോ. സിറ്റ്, ഇജ്ലിസ് ഹുന. ഇവിടെ ഇരിക്കൂ എന്ന് പറയില്ലേ? അധ്യാപകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അധ്യാപകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കൂ എന്നുള്ളതിന് എന്താ പറയാ? ഇസ്തമിയ അല്ലേ? അറിയാലോ, നമ്മള് സാധാരണ നമ്മള് ക്ലാസ്സിൽ ഇസ്തമിയ. ഇവിടെ ശ്രദ്ധിക്കൂ അറിയില്ലേ? ഇസ്തമിയ അല്ലേ? ഇസ്തമിയ കലാമൻ മുഅല്ലിമ. കലാമ് പറഞ്ഞാൽ വാക്ക്, മുഅല്ലിം അധ്യാപകന്റെ വാക്ക് ശ്രദ്ധിക്കൂ. കിട്ടിയല്ലോ? ഓക്കെ. ഇനി 5th ക്വസ്റ്റ്യൻ ആണല്ലേ? എന്താണ് 5th ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കൂ. ഇതും എന്താണ് സെയിം, ഏകദേശം നമ്മളിതുവരെ ചെയ്ത തന്നെയാണ്. എന്താണ്? يأتي بأربع جمل بكل منها فعل مضارع بحيث تكون أحرف المضارعة في الأفعال الأربعة مختلفة. 4 വാക്യങ്ങൾ എഴുതുക. ഓരോ വാക്യത്തിലും ഓരോ വർത്തമാനക്രിയ, അതായത് മുലാരി ഉണ്ടാവണം. ആ മുലാരിയിൽ ഏതൊക്കെ വരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നീ എത്തി എന്നുള്ള ഓരോ അക്ഷരങ്ങളും നിർബന്ധമായിട്ടും വരണം. അതായത് ആ എന്നുള്ള ഫോമിലും ഞാ എന്നുള്ള ഫോമിലും യാ താ എന്നുള്ള ഫോമിലൊക്കെ വരണം എന്നാണ് പറയുന്നത്. അല്ലേ? ഒന്ന് എഴുതി നോക്കാം. ഓൾറെഡി നമ്മൾ ചെയ്തത് തന്നെയാണ്, എങ്കിലും നോക്കാം അല്ലെ? എങ്ങനെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഒരെണ്ണം നിങ്ങൾ പറയൂ. ഓരോരുത്തരായിട്ട് ഓരോന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം.
ഞാൻ വെച്ചിട്ടുള്ള വേണമെങ്കിൽ പറയാം. ഞങ്ങൾ കളിസ്ഥലത്ത് കളിക്കുന്നു. لعبنا نلعب അല്ല, നെൽ അബു നെൽ അബു കളിസ്ഥലം, പ്ലേ ഗ്രൗണ്ട് ആണ് വേണ്ടത് കേട്ടോ. നേരത്തെ നമ്മൾ ഹദീഖ പാർക്കാണ് പറഞ്ഞത്. അതിനെന്താ പറയാ പ്ലേ ഗ്രൗണ്ടിന്? മൽ അബ് കേട്ടോ. നെൽ അബു ഫിൽ മൽ അബ്, നെൽ അബു ഫിൽ മൽ അബ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറയൂ, വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. نقرأ ഉം? ഞാൻ القصة പഠിച്ചു എന്നെങ്ങനെ പറയാ? അദുറുസു അദ്ദർസ്, ഞാൻ പാഠം പഠിച്ചു. ഓക്കെ, നമുക്കതിൽ സമയം കളയണ്ട, അറിയാലോ അല്ലെ? നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയല്ലേ? ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കൂ. മുലാരി വരുന്ന 5 പദങ്ങൾ എഴുതാം. അത് ആ, നീ, യ, തി എന്നുള്ള വേർഡ്സ് വരുന്നതായിരിക്കണം. അന എന്നുള്ളതിലും അവൾ, അവൻ, അന, നെഹ്നു എന്നുള്ള ഫോമിൽ വരുന്നതായിരിക്കണം. ഓക്കെ, ഇതാണ് നിബന്ധന, വേറെ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് 6th question. اكتب الجمل الآتية بعد التغيير على كل فعل ماضي بفعل مضارع. താഴെ നിന്നുള്ള കുറച്ച് മാളി ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. സെന്റൻസ്, ഒരു 6 സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? സറൽ ഖിതാറു ത്വറൽ സുഖറു, സുഖറാണ് സുഖർ, സാഫറൽ. ഇതൊക്കെ എന്ത് ചെയ്യാ? ഇതിലൊക്കെ മാളി ആയിട്ടുള്ള വേർഡ്സ് ആണ് ഉള്ളത്. ഇതിനെ എന്തിലേക്ക് മാറ്റാൻ പറയുന്നത്? അതിലെ മുലാരിയിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഒന്ന് നോക്കി നോക്കൂ, ഒന്ന് വായിച്ചു നോക്കി നോക്കൂ, നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ നോക്കി നോക്കൂ. سار القطار സാറ, ഇതിലേതാണ് ആദ്യം ഫിഇൽ ഏതാന്ന് കണ്ടെത്തുക. سار فعل الماضي ഫിഇൽ. സാറ അതെന്താണ്? എന്ത് ഫിഇലാണ്? ഫിഇൽ മാളിയാണ് അല്ലെ? അപ്പൊ അതിനെ മുലാരിയിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് നോക്കൂ. സാറ. ഖിത്താർ എന്താണ്? മുസക്കറാണോ മുഅന്നസാണോ? مذكر അപ്പൊ സാറ എന്നുള്ളത് എന്തായി? يسير വെരി ഗുഡ്. അതന്നെ യസീറു ഖിത്താറു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്? سكر സുഖർ എന്ന് പറഞ്ഞാൽ ഫാൽക്കൺ, പരുന്താണ് കേട്ടോ. പരുന്ത്, ഈഗിള്. ഓക്കെ, അപ്പൊ ഇവിടെ ത്വാറ എന്നാണ്. അത് നമുക്ക് എന്താക്കാം? يطير വെരി ഗുഡ്. അതന്നെ ത്വാറ യത്വീറു എന്നാക്കും. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? سافر والدي എന്റെ പിതാവ് യാത്ര ചെയ്യുന്നു എന്നാണ്. ചെയ്തു എന്നാണ്. ചെയ്യുന്നു എന്നതിലേക്ക് ആക്കാൻ വാലിദ് എന്താണ് ഇവിടെ? വാലിദ് ഇവിടെ മുദക്കർ ആയതുകൊണ്ട് തന്നെ സാഫറ എന്നുള്ളത് എന്തായി? يسافر യുസാഫിറു എന്നാവും ട്ടോ. സാഫറ യുസാഫിറു വാലിദി, എന്റെ പിതാവ്, മൈ ഫാദർ ട്രാവൽസ്. ട്രാവലിംഗ് എന്നാവും അല്ലെ? ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അടുത്തത് മരിളൽ ഉലാം അല്ലെ? ഇവിടെ ഉലാം എന്ന് വെച്ചാല് രണ്ട് അതെ, 2 ബോയ്സ് എന്നാണ് മീനിങ്. എന്തോ ആകട്ടെ, ഉലാം ബോയ്, 2 ഉൽമാനാണ് കേട്ടോ, ബോയ്സ്. ഓക്കെ, ബോയ് ആണ്. ഉലാം എന്ന് വെച്ചാൽ ബോയ്. ആൺകുട്ടി മരിള, രോഗം ബാധിച്ചു. എങ്ങനെയാ വരിക? യംറിലുൽ ഉലാം. യംറിലു അൽ ഉലാം.
നെക്സ്റ്റ് നസലൽ നസ് മത്തറു എന്താവും മത്വ യൻസിലുൽ മത്വർ ദെൻ അതിഷ സറഉ സറഉ എന്താണ് യഅതിഷു സറഉ അതെ ഓക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ മാളി മുലാരിയിലേക്ക് മാറ്റാൻ കിട്ടുന്നുണ്ടല്ലോ ദെൻ അടിയിൽ നോക്കൂ ഇതെന്താ അടുത്ത എന്താ അതിഷ എന്ന് പറഞ്ഞാല് ദാഹം ദാഹിക്കുക സറഉ എന്ന് പറഞ്ഞാല് കൃഷിയല്ല അതായത് കൃഷി വരണ്ടു എന്നുള്ള മീനിങ് ആണ് കൃഷി വരണ്ടോ ഓക്കെ മുസാരി ആണ് ശരിക്കും അവിടെ വരുന്നത് സറഇന് പകരം മുസാരി ആണ് കർഷകന് ദാഹം വന്നു എന്നുള്ള മീനിങ് ആണ് പക്ഷെ അവിടെ മുസാരിന് പകരം സറ എന്നാണ് വന്നത് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ കൊടുക്കാം നെക്സ്റ്റ് അതെന്താണ് അടുത്തത് തിരിച്ചാണ് ഇനിയൊക്കെ അല്ലെ മുലാരിയാണ് തന്നിട്ടുള്ളത് അത് മാളിയിലേക്ക് മാറ്റാനാണ് ഓക്കെ യുഅദീദുൽ ഉസ്ഫൂർ യുഅദീദു പാട്ട് പാടുന്നു അല്ലെ എന്ത് ഉസ്ഫൂർ കുരുവി കുയിൽ ഉസ്ഫൂർ കുയിൽ ഓക്കെ ഇവിടെ എന്താവും വരിക ഒറതാണ് ഒറദ ഒറദ അൽ ഉസ്ഫൂർ عصفور يصل عفنو അടുത്തത് نلف نلف യബിയു താജിർ യബിയു അല്ലേ യബിയു താജിറു അൽ ബന്ന അല്ലേ ബന്ന ബായാണ് വരിക ബാ വാങ്ങി ബന്ന എന്നുള്ളതിന്റെ മീനിങ് എന്താ നോക്കണേ ഞാൻ പറയാം കേട്ടോ വാങ്ങിയാണ് എന്തോ ബന്ന വാങ്ങി എന്നാണ് മീനിങ് ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ യബിഉ എന്നുള്ളത് എന്തായി താജിർ ആയതുകൊണ്ട് തന്നെ എന്തായി ബാ എന്നായി ഓക്കെ വാങ്ങുക നെക്സ്റ്റ് യഅ്സിലുൽ വലതു യദൈഹി യഅ്സിലു പറഞ്ഞ കൈ കഴുകുക വലത് കുട്ടി യദൈഹി അവന്റെ ഇരു കൈകളും കഴുകുന്നതാണ് മീനിങ് അസ്സലൽ വലതു യദൈഹി അസല അതന്നെ അസല അസല എന്തായി യഅ്സിലു അസലായി ട്ടോ നെക്സ്റ്റ് യുസ്മിറുൽ ബുസ്താൻ യുസ്മിർ പറഞ്ഞാൽ കായ്കൾ ഫലപുഷ്ടി ഉണ്ടാവൂലേ ഫലം പുഷ്ടിച്ചു അൽ ബുസ്താൻ എന്ത് ഗാർഡൻ യുസ്മിറു എന്നാണ് തമറൽ ബുസ്താൻ ബുസ്താൻ ഓക്കെ അടുത്തത് തുനല്ലിഫുൽ ബിന്തു സിയാബഹ തുനല്ലിഫു പറഞ്ഞാൽ ക്ലീൻ ചെയ്തു എന്താ ബിത്ത് പെൺകുട്ടി ക്ലീൻ ചെയ്തു സിയാബഹ അവളുടെ വസ്ത്രങ്ങളെ ഇവിടെ പെൺകുട്ടിയാണ് അപ്പൊ ഇവിടെ എന്താവണം തൂന്ന് പറയുമ്പോ ഞാനല്ലേ നെല്ലിഫ്ത ബിന്തു സിയാബഹ ബിന്തു സിയാബഹ അവളുടെ വസ്ത്രങ്ങളെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തു
അവിടെ വരുന്നത് പക്ഷേ പത്തനെ ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, പരുത്തി വിറ്റു എന്നാണ് വരേണ്ടത് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് യബിഉ എന്നാക്കാം കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഹവ്വിൽ മുലാരി ഫിൽ ജുംലിൽ ആത്തിയത്തി ഇലാ ഫഇൽ അംർ. അതായത് അംർ ആയിട്ടുള്ള താഴെ തന്നിട്ടുള്ളത് എന്താണ്? ഫിൽ മുലാരി ആണ്, അതിനെ എന്തിലേക്ക് മാറ്റാനാ പറയുന്നത്? അംറിലേക്ക് മാറ്റാനാ പറയുന്നത്. അത് സിമ്പിൾ ആണ്, അംറിലേക്ക് മാറ്റുക. ഓക്കെ, നിങ്ങളത് പറഞ്ഞു നോക്കൂ. അഹ്തരിമുൽ മുഅല്ലിമ, അധ്യാപകനെ ആദരിക്കൂ. എങ്ങനെയാവും വരിക? അധ്യാപകനെ ആദരിക്കുന്നു പറയുമ്പോൾ എന്താണ്? തെരിമെന്നാണ്. ഇഹ്തരിമുൽ തെരിമുൽ മുഅല്ലിം. ഇഹ്തരിം, ഇഹ്തരിം, ഇഹ്തരിം എന്ന് പറയണേ. ഇഹ്തരിം മുഅല്ലിം. അടുത്തത് അഹ്ഫൽ ദർസ, പാഠം മനഃപാഠമാക്കുക. അഹ്ഫൽ എന്നാണ് വരിക. ഇഹ്ഫൽ. ഇഹ്ഫൽ ദർസ, ഇഹ്ഫൽ ദർസ. അടുത്തത് ഉനല്ലിഫുൽ ഹിസാ, ഹിസാ എന്ന് വെച്ചാൽ ഷൂ, ഷൂ വൃത്തിയാക്കുക. ഉനല്ലിഫു ആണ്. എന്താ വരിക? നല്ലിഫ്. വെരി ഗുഡ്. നല്ലിഫ് ഹിസാ, നല്ലിഫ് ഹിസാ എന്നാണ് വരിക. ഓക്കെ, അടുത്തത് ഇഖ്റഅ ഫിൽ കിതാബ്. അഖ്റഉ എന്നാണ് അല്ലേ? അഖ്റഉ എന്താവും? ഇഖ്റഉ ആവും. ഇഖ്റഅ ഫിൽ കിതാബ് എന്നാവും വരിക. ഓക്കെ, അടുത്തത് അഷ്തഇലു ഫിൽ ഹദീഖ. അഷ്തഇലു ഇഷ്തഇൽ ആസ്വദിക്കാനാണ് പറയുന്നത്. ഫിൽ ഹദീഖ അല്ലെ? എന്താണ്? ഇഷ്തഇൽ, ഇഷ്തഇൽ ഫിൽ ഹദീഖ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഉൻതുഖ് ബിസ്സിദ്ഖ്, സത്യം പറയുക എന്നാണ് വേണ്ടത്. ഇൻതിഖ് ബിസ്സിദ്ഖ് അല്ലെ? സത്യം പറയുക. ഓക്കെ, ആക്ടിവിറ്റി ചെയ്യുമ്പോ ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ കാര്യങ്ങളൊക്കെ? ഫിൽ മാളി മുലാരി അമ്രൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് വരുമ്പോഴേ നിങ്ങൾ ചിലവർ ചെയ്യും, ചിലവർ ചെയ്യില്ല. ചെയ്യാത്തവർ ഒന്നും അറിയാത്തവരായിട്ട് ഇരിക്കുകയാണ്. അതാണ് പ്രശ്നം. അതാണ് ഞാൻ ടൈം 1-2 ക്ലാസ് എന്തായാലും പോകും, എന്നാലും വേണ്ടിയില്ല ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, പിന്നെ നമുക്കേ ഒരു അസൈൻമെന്റ് ഉണ്ട്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. 7th ഒരു അസൈൻമെന്റ് ഉണ്ട് നമുക്ക്, അതിന്റെ കാര്യം പറയാം.
അസൈൻമെന്റ് എന്ന് വെച്ചാല് ഇതിൽ എഴുതാനുള്ളത് ഒരു അറബ് ഭാഷ, അതായത് തക്ലീഫ് എന്നാണ് നമുക്ക്, തക്ലീഫ് എന്നാണ് അസൈൻമെന്റിന് നമ്മൾ അറബിയിൽ പറയാം. അപ്പൊ നമുക്ക് ആദ്യം വരേണ്ടത് എന്താണ്, അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാല് അഹമ്മിയത്ത് തഅല്ലുമുൽ ലുഅത്തുൽ അറബിയ്യ ലദൈ തിൽമീദൻ മർഹലത്തിൽ ഇബ്തിദായിയ, അതായത് പ്രൈമറി വിദ്യാർത്ഥികൾക്ക്, പ്രൈമറി സ്റ്റുഡൻസിന് അറബി ഭാഷാ പഠനത്തിന്റെ പ്രാധാന്യം, ഇതാണ് നമ്മളെ ടോപ്പിക്. ഓക്കെ, LKG അല്ലെങ്കിൽ pre-KG സ്റ്റുഡൻസിന് നമ്മൾ അറബി ഭാഷ പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് വരേണ്ടത്. ഇതിന്റെ എന്താണ് എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു റൈറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ആദ്യം നമ്മളൊരു കവർ പേജ് കൊടുക്കണം. ഓരോ എന്തിലാണ് ചെയ്യേണ്ടത്, A4 ഷീറ്റിലാണ് അസൈൻമെന്റ് എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് പേജ് കവർ പേജ് ആണ് വരിക. കവർ പേജിൽ എന്താണ്, നമ്മൾ ഹെഡിങ് കൊടുക്കും. തക്ലീഫ് എന്ന് ഫസ്റ്റ് പേജിൽ നമ്മൾ കവർ പേജിൽ കൊടുക്കും. അതിന്റെ താഴെ നമ്മൾ സബ്മിറ്റഡ് ബൈ ടു എന്നൊക്കെ അറിയല്ലോ അല്ലെ, നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ, അസൈൻമെന്റ് ഒക്കെ എഴുതിയതാണല്ലോ. ആർക്കാണ് സബ്മിറ്റഡ് ബൈയും ടൂവും, നമ്മളെ കോഴ്സിന്റെ സബ്ജക്റ്റിന്റെ നെയിം എഴുതുക, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് എഴുതുക, ഡേറ്റും എഴുതുക. ഓക്കെ, ദെൻ സെക്കൻഡ് പേജിൽ നമ്മൾ ആ ഒരു ടോപ്പിക് എന്താണോ അത് എഴുതുക. അഹമ്മിയത്ത് തഅല്ലുമുൽ ലുഅത്തുൽ അറബിയ്യ ലദൈ തിൽമീസൻ മർഹലത്തൻ ഇബ്തിദായിയ. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ വിട്ടു തരും, നിങ്ങൾ അത് നോക്കിയിട്ട് റൈറ്റപ്പ് തരാം, അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാം. സെക്കൻഡ് പേജിൽ അതും വരും. ദെൻ തേർഡ് പേജ് തൊട്ടിട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. തേർഡ് പേജിൽ നമ്മൾ എന്താണോ നമ്മൾ ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു ലഘുവായിട്ടുള്ളൊരു ആമുഖം, അതും ഇൻട്രൊഡക്ഷന്റെ പേജിലും അതിനായിട്ട് ഒരു സെപ്പറേറ്റ് പേജ് വേണം. ഫസ്റ്റ് കവർ പേജ്, ദെൻ ടൈറ്റിൽ പേജ്, ദെൻ മുഖദ്ദിമ ഇൻട്രൊഡക്ഷൻ പേജ്. നെക്സ്റ്റ് അഹ്ദാഫുൽ ദിറാസ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയും. ഒബ്ജക്റ്റീവ്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഒരു 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതുപോലെയല്ല, അത് നിങ്ങൾ ഒരു ഇമ്പരേറ്റീവ് വേർബ്സ്, ഇപ്പൊ നമ്മൾ പറയുമല്ലോ, ഇതിൽ പഠിച്ചല്ലോ, ഇമ്പരേറ്റീവ് ആയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് എഴുതുന്നു, ഇത് കണ്ടെത്താനാകുന്നു, ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, ദെൻ അവിടുന്ന് അങ്ങോട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോയിക്കോളും. പിന്നെ ഓരോ പേജ് ആക്കി മാറ്റണ്ട. പിന്നീട് എന്താണ്, അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാ. ആദ്യത്തെ 3 പേജിന് സെപ്പറേറ്റ് പേജ് വേണം. അവിടുന്ന് 4ാമത്തെ പേജ് തൊട്ട്, അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റഡി, നെക്സ്റ്റ് അഹമ്മിയത്തുൽ ദിറാസ എന്ന് പറയും. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് മെയിൻ ഹെഡിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ആണ് അൽ മുഹ്തവി. നമ്മൾ കണ്ടന്റ് എഴുതാൻ പോവാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ ഒരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ പ്രാധാന്യം, അറബി ഭാഷ കുട്ടികൾക്ക്, അതിന്റെ അറബി ഭാഷയുടെ പ്രാധാന്യം, അത് പഠിക്കുന്നതിന്റെ ഗുണങ്ങൾ, കുട്ടിക്ക് ഒരു അറബി ഭാഷ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ഒരു കുട്ടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ, അതായത് നമ്മൾ പറയല്ലോ സ്റ്റുഡൻസിന് ചലഞ്ചസ് എന്ന് പറയാം, ബുദ്ധിമുട്ടുകൾ, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു അറബി ഭാഷ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പഠിപ്പിക്കുമ്പോൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്, അതാണ് നമ്മൾ ഏതിൽ എഴുതേണ്ടത്, മുഹ്തവി കണ്ടന്റിൽ എഴുതേണ്ടത്. അതിന്റെ ആൻസർ ആണ്. അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതിന്റെ ആൻസർ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഈ 3 എണ്ണത്തിന്റെ ആൻസർ ആണ് മുഹ്തവിയിൽ വരേണ്ടത്. ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യനും ഒരു പേജെങ്കിലും മിനിമം വേണം അതിന്റെ ആൻസർ ആയിട്ട്. ഓക്കെ, കണ്ടന്റ് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ കേട്ടോ. കണ്ടന്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ, ആകെ 3 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ആ 3 ക്വസ്റ്റ്യനും ഓരോന്നിനും ഒരു പേജ് മിനിമം വേണം. ഓക്കെ, അങ്ങനെ മുഹ്തവി കണ്ടന്റ് പേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേജ് മാറ്റി വെക്കുക. എന്തിനാണ്, സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ.
നമ്മളിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, ഇതിനുള്ള സജഷൻ എന്തൊക്കെയാണ്, അത് ഒരു വേറെ പേജിൽ. ഓക്കെ, അതൊരു സെപ്പറേറ്റ് പേജ് വേണം. 7th സബ് ഹെഡിങ് അല്ലെ, ഹെഡിങ് ആണ്, മെയിൻ ഹെഡിങ് ആണ് എന്ത്, സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ. നമ്മൾ ഈ പ്രീ പ്രൈമറി തലത്തിൽ അറബി ഭാഷ പഠനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ്. നമുക്ക് എന്തൊക്കെ പോരായ്മകളാണുള്ളത്, അത് നമുക്ക് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം, അതിന്റെ സജഷൻസ്, അതിന്റെയൊക്കെ അറബി വേർഡ്സ് നിങ്ങൾക്ക് റൈറ്റപ്പിൽ ഉണ്ടാവും കേട്ടോ. ദെൻ അടുത്ത സെപ്പറേറ്റ് പേജ് വേണ്ടേ? യെസ്, അല്ലെങ്കിൽ അറബി. അതെ അതെ, നോക്കൂ. നെക്സ്റ്റ്, അതിന് ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് സെപ്പറേറ്റ് പേജ് വേണം കേട്ടോ. നമ്മള് സജഷൻ മുതൽ സെപ്പറേറ്റ് പേജ് വേണം. അടുത്തത് എന്താണ്? അൽ ഖാത്തിമ, കൺക്ലൂഷൻ. കൺക്ലൂഷനും ദെൻ മുറാജിയ, റെഫറൻസ്. നമുക്ക് മുറാജിയ റെഫറൻസിൽ നമുക്ക് നമ്മള് ബുക്സ് എഴുതാം, നമ്മൾ വെബ്സൈറ്റ് ഏതൊക്കെയാണ് വെബ്സൈറ്റ് അതിന്റെ ലിങ്ക് എഴുതാം. ഓക്കെ, അസൈൻമെന്റ് ചെയ്യാൻ യൂസ് ആക്കിയതാ? അതെ അതെ ചെയ്യാൻ അതെ. എന്തൊക്കെ? നിങ്ങള് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലിങ്ക് കിട്ടുമല്ലോ. നമ്മൾ ഏതൊക്കെ ലിങ്ക് ആണോ ഉപയോഗിച്ചത് ആ ലിങ്കും കൂടെ ആ റെഫറൻസിൽ എഴുതണം. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് ആണല്ലോ, സോഴ്സസ് ആണല്ലോ. ആ സോഴ്സസ് എന്ത് ചെയ്യാ, ആ ലിങ്ക് എഴുതാം. നിങ്ങൾ ഏതൊക്കെ ബുക്സ് ആണ് സെർച്ച് ചെയ്ത് അത് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് അതിന്റെ സോഴ്സസ് കിട്ടിയത്, ഡാറ്റാസ് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്, അതൊക്കെ നിങ്ങൾക്ക് മുറാജ് റെഫറൻസിൽ എഴുതാം. ഇത്രയും മതി. ഇത്രയും എന്ത് ചെയ്യാ, ഒരു A4 ഷീറ്റില് A4 ഷീറ്റില് വൃത്തിയില് ബോർഡർ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില് വൃത്തിയിൽ തന്നെ എഴുതുക. ശേഷം എന്ത് ചെയ്യുക, എന്നെ ആദ്യം കാണിക്കണം കേട്ടോ. നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്റ്റാപ്ലർ ചെയ്യണതിനൊക്കെ മുന്നേ എന്നെ ഒന്ന് കാണിക്കുക. എന്നെ കാണിച്ചിട്ട് എന്തെങ്കിലും അതിൽ എറർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എന്താണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിയിട്ട് ശേഷം എന്ത് ചെയ്യുക, സബ്മിഷൻ ഗ്രൂപ്പിൽ PDF ആക്കിയിട്ട് സെൻഡ് ചെയ്തോളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലേ? റൈറ്റപ്പ് ഇട്ട് തരാം ഇതിനെ കുറിച്ചിട്ട്, എന്താണ് എങ്ങനെയെന്നൊക്കെ. അതിന്റെ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോന്നിന്റെയും വേർഡ്സിന്റെ മീനിങ്, അറബി വേർഡ്സ് എങ്ങനെയെന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. മെയിൻ 9 ഹെഡിങ്സ് ആണ് ഉണ്ടാവുക. A4 എഴുതാം. ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. ടൈം ഉണ്ട്, ഇഷ്ടംപോലെ ടൈം ഉണ്ട്. എങ്ങനെയും ഒരു 2 weeks തരാം. ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇന്നിപ്പോ എത്രാം തീയതിയാണ്? 28th അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഓഗസ്റ്റ് 11th സബ്മിറ്റ് ചെയ്തോളൂ. ഓക്കെ, പറ്റുമല്ലോ അല്ലേ? എപ്പോഴായാലും സബ്മിറ്റ് ചെയ്യാന്നല്ലേ? എന്തായാലും ചെയ്യാനല്ലേ? കുറച്ചുകൂടെ ടൈം എന്റെ കണ്ണൊക്കെ പഠിക്കണ്ടല്ലോ, വേണം. ഓക്കെ, എന്നാ ഓക്കെ എങ്കിൽ ഓഗസ്റ്റ് 15th അത് മതി. അത് മതി. ഓക്കെ, ഓഗസ്റ്റ് 15th എല്ലാരും എന്ത് ചെയ്യുക, അതിന് മുന്നേ എഴുതി എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്യാനുള്ള വർക്കല്ലേ. നേരത്തെ കഴിഞ്ഞില്ലേ? മോഡൽ ഇട്ടോ നെക്സ്റ്റ് മന്ത് അല്ലേ? നെക്സ്റ്റ് മന്ത് എക്സാം ഉണ്ട്. ആ മോഡൽ ഇട്ടുതരാം. മോഡൽ വേണമെങ്കിൽ ഒന്ന് ചെയ്തുതരാം. സെൻഡ് ചെയ്തുതരാം. എക്സാം മക്കൾക്ക് 10th. എന്നാ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 20th ആയിക്കോട്ടെ. ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20 കേട്ടോ. നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഓഗസ്റ്റ് 20 എന്തായാലും സബ്മിറ്റ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ എന്നെ എഴുതി ഒന്ന് കാണിക്കണം. ഓക്കെ,
ഇൻഷാല്ലാ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ PM ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം. ഇതിന്റെ ഇന്ന് ചെയ്ത ആക്ടിവിറ്റിന്റെ ഒക്കെ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ റൈറ്റപ്പും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. താങ്ക് യു. വലൈക്കും സലാം.